അറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. മതത്തെ നശിപ്പിക്കുവാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അയാൾ വൈദികരെ ആക്രമിച്ചുകൊണ്ടു തുടങ്ങുന്നു. എന്തെന്നാൽ എവിടെ വൈദികരില്ലയോ അവിടെയെല്ലാം ബലികളും ഇല്ലാതാകുന്നു. എവിടെ ബലികളില്ലാതാകുന്നുവോ അവിടെ മതവുമില്ലാതാകുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ക്രൈസ്തവ പ്രാർത്ഥനകളിൽ അനുഭവവേദ്യമായിട്ട് പങ്കെടുക്കുവാനും ആഗ്രഹിക്കുന്നെങ്കിൽ ശരിയായ അറിവ് നമുക്ക് ആവശ്യമാണ്. ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് ഓരോ വിശ്വാസിക്കും ആവശ്യമാണ്. അതുകൊണ്ട് മതബോധനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലുമെല്ലാം. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എഴുതിയ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് കുർബാന. ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് കുർബാനയെങ്കിൽ അവൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഈ കുർബാനയോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുർബാനയുമായിട്ടുള്ള മറ്റു കൂദാശകളുടെ ബന്ധത്തെക്കുറിച്ച് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ബോധ്യമുള്ളവനാവണം. കുർബാനയെ ഒരിക്കലും തൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം വേറിട്ട ഒരു സംഭവമായിട്ട് കാണാൻ പറ്റില്ല. തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് കുർബാനയെങ്കിൽ തൻ്റെ എല്ലാ വിശ്വാസ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഈ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടത്. കുർബാനയും മറ്റു കൂദാശകളും തമ്മിലുള്ള ബന്ധത്തെ വളരെ വ്യക്തമായി വിശ്വാസികളെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുകയുണ്ടായി. അതുകൊണ്ട് വിശുദ്ധ കുർബാനയും മാമോദീസായും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ബന്ധത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് പലപ്പോഴും 15-20 മിനിറ്റോ നേരം എപ്പോഴെങ്കിലും നടത്തേണ്ട ഒരാഘോഷമായ ഒരു ചടങ്ങായി പലപ്പോഴും പലരും മാമോദീസായെ കാണാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മാമോദീസ എന്ന് പറയുന്ന കൂദാശ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ട കൂദാശയും, അല്ലെങ്കിൽ മാമോദീസ എന്ന് പറയുന്ന കുർബാനയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു കൂദാശ. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 7 കൂദാശകളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് പ്രവേശക കൂദാശകളാണ്, മാമോദീസായും സ്ഥൈര്യലേപനും കുർബാനയും. രണ്ടാമത്തേത് സൗഖ്യത്തിൻ്റെ കൂദാശകൾ, അവയാണ് കുംഭസാരവും രോഗീലേപനവും. മൂന്നാമത്തേത് കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്കുള്ള കൂദാശകൾ, അവയാണ് വിവാഹവും തിരുപ്പട്ടവും. ഇതിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പിൽ മാമോദീസായും സ്ഥൈര്യലേപനവും കുർബാനയും അവയെ വിളിക്കുക പ്രവേശക കൂദാശകളെന്നാണ്, ക്രൈസ്തവ ജീവിതാരംഭത്തിൻ്റെ കൂദാശകൾ. അതുകൊണ്ട് മാമോദീസ പൂർത്തിയാകുന്നത് കുർബാനയിലാണ്. യഥാർത്ഥത്തിൽ മാമോദീസ എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ സമൂഹത്തിലേക്കുള്ള പ്രവേശക കൂദാശയാണ്. അത് ദിവ്യകാരുണ്യ സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്നു.
അതുകൊണ്ട് ഒരു മാമോദീസായിലൂടെ ഒരു വ്യക്തി ദിവ്യകാരുണ്യ സമൂഹത്തിലെ അംഗമായി തീരുന്നു. സഭയുടെ അംഗമെന്ന് പറയുന്നതിനേക്കാളുപരി ഒന്നുകൂടെ ചിന്തിച്ചു നോക്കിയ സഭയെന്ന് പറയുന്നത് കുർബാനയെ ആഘോഷിക്കുന്ന സമൂഹമാണ്, ദിവ്യകാരുണ്യ സമൂഹമാണ്. പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ കാൾട്രാണർ പറയുകയുണ്ടായി, സഭയാകുന്നത് കൂദാശകൾ ആഘോഷിക്കുമ്പോഴാണ്. സഭയൊരിക്കലും ഒരു സംഘടനയല്ല. സഭയാകുന്നത് സഭയുടെ കൂദാശകളിലൂടെയാണ്. ഇപ്പോൾ സഭയെ എവിടെയാണ് നമ്മൾ കാണുന്നത്? യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന സമൂഹത്തിൽ, ദിവ്യകാരുണ്യ സമൂഹം, അതാണ് യഥാർത്ഥത്തിൽ സഭ. ദിവ്യകാരുണ്യ സമൂഹമാണ് സഭ. അപ്പോൾ ഈ ദിവ്യകാരുണ്യ സമൂഹത്തിലേക്ക് നമുക്ക് പ്രവേശനം തരുന്ന കൂദാശയാണ് മാമോദീസായും സ്ഥൈര്യലേപനവും. സഭയുടെ ആദ്യ 4 നൂറ്റാണ്ടുകളിൽ ഒരുമിച്ച് കൊടുത്തിരുന്ന കൂദാശയാണ് ഇവ മൂന്നും, മാമോദീസായും സ്ഥൈര്യലേപനവും കുർബാനയും. എത്രയോ ഒരുക്കത്തോടുകൂടെ സ്വീകരിച്ചിരുന്ന ഒരു കൂദാശയാണ് ഇവയെന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. വിശുദ്ധ കുർബാനയെയും മാമോദീസായും സ്ഥൈര്യലേപനത്തെയും ഒക്കെയുള്ള കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടുകളിൽ വർഷങ്ങളുടെ ഒരുക്കത്തിന് ശേഷമാണ് ഈ കൂദാശകൾ സ്വീകരിച്ചിരുന്നത്. ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കണമെങ്കിൽ ആ വ്യക്തിയെ മാമോദീസ സ്വീകരിക്കാനുള്ള ആഗ്രഹം സഭയോട് പറയണം. സഭ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? ദിവ്യകാരുണ്യ സമൂഹത്തിൻ്റെ പ്രത്യേകത, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതുപോലെ ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾ, ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവപിതാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷമാണ് മാമോദീസ കൊടുത്തിരുന്നത്, വളരെ ഒരുക്കത്തോടു കൂടെ. അതുകൊണ്ട് മാമോദീസ സ്വീകരിക്കാനുള്ള വ്യക്തി വളരെ ആഗ്രഹത്തോടുകൂടെ കാത്തിരുന്നത് കുർബാന സമൂഹത്തിലേക്ക് പ്രവേശിക്കാനാണ്, കുർബാനയിൽ പങ്കെടുക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മാമോദീസായെ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്താതെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭകളിൽ മാമോദീസ കൊടുക്കുമ്പം കുർബാനയും കൂടെ കൊടുക്കും. മാമോദീസായും സ്ഥൈര്യലേപനവും കുർബാനയും ഒരുമിച്ചാണ് പൗരസ്ത്യ സഭകളിൽ ആഘോഷിക്കുന്നത്. കേരളത്തിലെ സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും മാമോദീസ കൊടുക്കുന്നതോടൊപ്പം തന്നെ ശിശുവിന് കുർബാനയും കൂടെ കൊടുക്കും. കാരണം ഈ മാമോദീസ വഴി ദിവ്യകാരുണ്യ സമൂഹത്തിലേക്ക് ഈ ശിശു പ്രവേശിച്ചിരിക്കുന്നു, ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അവകാശം അവന് ലഭിച്ചിരിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ദിവ്യകാരുണ്യ സമൂഹത്തിൻ്റെ മുഴുവൻ വലിയ ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ് ഒരു മാമോദീസായുടെ അവസരം. അതുകൊണ്ടാണ് സഭ പറയുന്നത്, സാധിക്കുന്നിടത്തോളം ഇത് ഒരു പ്രൈവറ്റായിട്ടുള്ള സ്വകാര്യ ചടങ്ങായിട്ട് മാറ്റരുത്. മാമോദീസ ഒരിക്കലും ഒരു സ്വകാര്യ ചടങ്ങല്ല, ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ ചടങ്ങല്ല, മറിച്ച് അത് ദിവ്യകാരുണ്യ സമൂഹത്തിൻ്റെ ആഘോഷമാണ്. ഈ ദിവ്യകാരുണ്യ സമൂഹത്തിലേക്ക്, ഈ ഇടവകയിലേക്ക് ഒരു ശിശു, ഒരു പുതിയ അംഗം പ്രവേശിക്കുകയാണ്. അതിൽ സന്തോഷിക്കുന്നത് മുഴുവൻ ദിവ്യകാരുണ്യ സമൂഹമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ആഘോഷം കൂടാതെ, കുർബാനയോട് ബന്ധപ്പെടുത്താതെ മാമോദീസ സ്വീകരിക്കാനുള്ള പ്രവണത സാധിക്കുന്നിടത്തോളം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ദിവ്യകാരുണ്യ സമൂഹം മുഴുവനാണ് സന്തോഷിക്കേണ്ടത്. ഒരു മാമോദീസായിൽ ഒരു കുടുംബമല്ല, ഒരു കുടുംബത്തിൻ്റെ മാത്രം ചടങ്ങല്ല, ഒരു കുടുംബത്തിൻ്റെ മാത്രം സന്തോഷമല്ല, സഭയുടെ മൊത്തം സന്തോഷമാണ് ഈ കൂട്ടായ്മയിലേക്ക്, ഈ ദിവ്യകാരുണ്യ സമൂഹത്തിലേക്ക് ഒരു വ്യക്തി കൂടെ പ്രവേശിക്കുക എന്നുള്ളത്. ഈ സന്തോഷത്തെ മനസ്സിലാക്കണം. ഈ അറിവിൽ നിന്ന് മാത്രമേ ഈ കൂദാശയെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് കുർബാനയുമായിട്ട് ബന്ധമില്ലാത്ത, കുർബാനയോട് ചേരാത്ത, കുർബാനയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു മാമോദീസ ആഘോഷം സാധിക്കുന്നിടത്തോളം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മാമോദീസായുടെ ആഘോഷം സഭാ സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടത്തേണ്ടതാണ്. ആദിമ സമൂഹത്തിൽ നമുക്കറിയാം, മാമോദീസ ആഘോഷിച്ചു കൊണ്ടിരുന്നത് ഈസ്റ്റർ ദിവസമാണ്. യേശുവിനോടൊപ്പം മരിച്ച് ഉത്ഥാനം ചെയ്യുന്നതാണ്, ദിവ്യകാരുണ്യ സമൂഹത്തിലേക്കുള്ള പ്രവേശനമാണ് എന്ന് കാണിക്കാൻ ഈസ്റ്റർ രാത്രിയിലായിരുന്നു മാമോദീസ സ്വീകരിച്ച്. എത്രയോ അർത്ഥവത്തായ ഒരു ദിവസമാണ്. മാമോദീസായിലൂടെ നമ്മൾ യേശുവിനോടുകൂടെ മരിച്ച് അവനോടുകൂടെ അടക്കപ്പെട്ട് നമ്മൾ ഉത്ഥാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ മുങ്ങി
പൊങ്ങി വരുന്നത് അതിൻ്റെ സൂചനയാണ്. യേശുവിനോടുകൂടെ മരിച്ച് ഉത്ഥാനം ചെയ്യുന്നതിൻ്റെ പ്രതീകം. അതുകൊണ്ടാണ് ഈസ്റ്ററിൻ്റെ രാത്രിയിൽ ആദിമസഭ മാമോദീസ ആഘോഷിച്ചു കൊണ്ടിരുന്നത്. ഈ മാമോദീസ മുങ്ങുന്ന അവസരത്തിൽ മുങ്ങാനായിട്ട് കുളത്തിൽ പോയി മുങ്ങി മാമോദീസ സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു സഭയുടെ ആദ്യകാലത്തുണ്ടായിരുന്നത്. ആ സമയത്ത് മുഴുവൻ ദേവാലയത്തിൽ ദൈവജനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യ സമൂഹം അവരെ സ്വീകരിക്കാനായിട്ട്, മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തിയെ കുർബാന സമൂഹത്തിലേക്ക് സ്വീകരിക്കാൻ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. സഭയുടെ ആദ്യകാല പ്രബോധനങ്ങളിലൊക്കെ, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൊക്കെ ദിവ്യകാരുണ്യ സമൂഹം ഉപവസിച്ച് പ്രാർത്ഥിച്ച് മാമോദീസായ്ക്കായിട്ട് ഒരുങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി മാത്രമല്ല, മറിച്ച് കുർബാന സമൂഹം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് ഈ വ്യക്തിയെ കുർബാന സമൂഹത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട്. അതുകൊണ്ട് മാമോദീസ എന്ന് പറയുന്നത് കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് കാണേണ്ടതാണ്. ദിവ്യകാരുണ്യ സമൂഹത്തിലേക്ക്, കുർബാനയിലേക്ക് ഒരു വ്യക്തി സ്വീകരിക്കപ്പെടുന്നു, പ്രവേശിക്കപ്പെടുന്നു. അതുകൊണ്ട് അതൊരു പ്രവേശക കൂദാശയാണ്. നമ്മളുടെ പലരുടെയും മനസ്സിൽ ജന്മപാപം നീക്കുന്ന ഒരു കൂദാശ മാത്രമായിട്ട് മാമോദീസയെ കാണുന്ന രീതിയുണ്ട്. ജന്മപാപം നീക്കാനായിട്ടുള്ള കൂദാശ, പ്രിയമുള്ളവരെ, പാപങ്ങൾ കഴുകി ശുദ്ധമാക്കപ്പെടുന്നതാണ് മാമോദീസ. ജന്മപാപവും കർമ്മപാപവും ഒക്കെ നീക്കപ്പെടുന്നതാണ്. പക്ഷേ അവിടെ നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. ആദിമസഭ വളരെ പ്രാധാന്യത്തോടുകൂടെ മാമോദീസ എന്ന് പറയുന്നത് കുർബാനയിലേക്കുള്ള പ്രവേശന കൂദാശയാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. ആ വസ്തുത ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇന്നും പൗരസ്ത്യ സഭകൾ ഈ പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകുന്നത്. കുർബാന കൊടുത്തുകൊണ്ട് മാമോദീസ പൂർത്തിയാക്കുന്നത്. ശിശുവിന് ദിവ്യകാരുണ്യം നൽകും. അതുകൊണ്ട് കുർബാനയോട് ബന്ധപ്പെട്ട് മാമോദീസയെ കാണാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞത്, കുർബാനയും മറ്റ് കൂദാശകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ദൈവജനത്തെ പഠിപ്പിക്കണം. കുർബാനയും മറ്റ് കൂദാശകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, കുർബാനയാണ് കേന്ദ്രം, അതിനോട് ബന്ധപ്പെട്ടാണ് ഓരോ കൂദാശയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കൂദാശയും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെയേറെ ആത്മാർത്ഥതയോടുകൂടെ മറ്റ് കൂദാശകൾ അനുഭവവേദ്യമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി അവയെ സ്വീകരിക്കുവാനും കുർബാനയോട് കൂടെ അവയെ സ്വീകരിക്കുവാനും നമ്മൾക്ക് സാധിക്കുകയും ചെയ്യും. ജീവിതത്തിൽ നമ്മളുടെ തന്നെ വ്യക്തിപരമായ ഒരു ചടങ്ങായിട്ട് മാറേണ്ടത് അല്ല ഒരു കൂദാശി. സഭയോട് ചേർന്ന് ആഘോഷിക്കേണ്ടതാണ്. അത് സഭയുടെ പ്രവർത്തനമാണ്, സഭയുടെ ആഘോഷങ്ങളാണ്. കുർബാനയിൽ പല അവസരങ്ങളിലും മാമോദീസയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സീറോ മലബാർ കുർബാനയിൽ പ്രത്യേകമായ വിധത്തിൽ മാമോദീസ സ്വീകരിക്കുകയും ജീവൻ്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ എന്നാണ് ശുശ്രൂഷി ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ, കുർബാനയുടെ അതിപ്രധാനമായ ഭാഗത്തേക്ക് വരുമ്പോൾ ശുശ്രൂഷി ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നത് മാമോദീസ സ്വീകരിക്കുകയും ജീവൻ്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. മാമോദീസ സ്വീകരിച്ചവർക്ക് മാത്രമുള്ള, മാമോദീസ സ്വീകരിച്ചുള്ളവർക്കുള്ള വലിയ അനുഗ്രഹമായിട്ട്, അവകാശമായിട്ടാണ് കുർബാനയെ കണ്ടിരുന്നത്. മാമോദീസ സ്വീകരിച്ചവരുടെ വലിയ അനുഗ്രഹവും അവകാശവുമാണ് ദിവ്യകാരുണ്യം എന്നുള്ളത്. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിൽ വീണ്ടും വചന ശുശ്രൂഷ കഴിയുമ്പോൾ പണ്ട് കാലത്ത് ശുശ്രൂഷി പറയുമായിരുന്നു, ഇന്നും കുർബാന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇന്നത് പറയുന്നില്ല. പക്ഷേ കുർബാന പുസ്തകത്തിൽ അത് ചേർത്തിട്ടുണ്ട്, മാമോദീസ സ്വീകരിക്കാത്തവരെല്ലാം പുറത്തു പോകട്ടെ, മാമോദീസ സ്വീകരിക്കാത്തവരെല്ലാം പുറത്തു പോവട്ടെ. അപ്പം മാമോദീസ സ്വീകരിച്ചുള്ളവർക്കുള്ളതാണ് കുർബാന. യേശുവിനെ അറിഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് തീരുമാനമെടുത്തവർ, യേശുവിനെ അറിഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് തീരുമാനമെടുത്തവർ, ആ തീരുമാനമാണ് മാമോദീസായിലൂടെ പ്രകടമാക്കിയത്. അവർക്കുള്ളതാണ് കുർബാന. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ചവരുടെ കൂട്ടായ്മ ഈ അർത്ഥത്തിലാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, അക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് കുർബാന സ്വീകരിക്കാനായിട്ട് അവകാശമില്ല എന്ന് നമ്മൾ പറയുന്നത്. ക്രൈസ്തവരായ സഹോദരങ്ങളെ നമ്മൾ കുർബാന സ്വീകരിക്കരുത് എന്ന് നിർബന്ധപൂർവം പറയുന്നതിന് കാരണം ഇത് മാമോദീസ സ്വീകരിച്ചവർക്കുള്ളതാണ്.
ക്രിസ്തുവിനോട് ചേർന്നവർക്കുള്ളത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളായിട്ടുള്ളവർക്കുള്ളതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ആഘോഷമാണ് കുർബാന. അതുകൊണ്ട് നമ്മുടെ മാമോദീസയെക്കുറിച്ച് ചിന്തിക്കാൻ കുർബാന നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഇടവകകളിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മാമോദീസ എന്ന് പറയുന്നത് സഭയുടെ ആഘോഷമായിട്ട് നടത്തണമെന്നും അത് സാധിക്കുന്നിടത്തോളം നിർബന്ധപൂർവം കുർബാനയോട് ചേർന്ന് നടത്തുവാനും വളരെയേറെ ശ്രദ്ധിക്കുവാൻ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുർബാനയിലേക്ക് നമ്മൾക്ക് പ്രവേശനം തന്ന കൂദാശയായി മാമോദീസയെ കൊണ്ട് കണ്ടിട്ട് അതിനെ സ്നേഹിക്കുവാനും ഇനിയുള്ള നമ്മളുടെ കാലഘട്ടങ്ങളിൽ മറ്റു കൂദാശകളെ, പ്രത്യേകിച്ച് മാമോദീസയെ കുർബാനയോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുവാനും സഭയുടെ ആഘോഷമായിട്ട് ഇടവകളിൽ നടത്തുവാനും നമ്മൾക്കിടവരട്ടെ. അതിനുള്ള അറിവാണ് സഭ നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത്. സഭയുടെ ആഗ്രഹവും അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഈ ദിവ്യരഹസ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള കൃപ ദൈവം ഇനിയും നമ്മൾക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സ്നേഹിത, ഈ കിടാവളക്കിൻ്റെ അരികിലിരുന്ന് ഒരു നുറുങ്ങു ചിന്ത കൂടി പങ്കുവെച്ച് നമുക്ക് പിരിയാം. ലോകം മുഴുവനും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. അനുദിനം നാം സ്വീകരിക്കുന്ന ഈ ദിവ്യകാരുണ്യം നമുക്കൊരനുഭവമായിട്ട് മാറുന്നുണ്ട്. ഓർക്കുകയാണൊരു സമർപ്പിതയുടെ ജീവിതം. എന്നും ഒരു കോൺവെൻറ്റിൽ ജീവിക്കുന്ന സമർപ്പിതയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച് കോൺവെൻറ്റിൽ ചേർന്നു. എല്ലാം നന്നായിട്ട് പോയി. 4 വർഷം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയി. ശരീരം മുഴുവൻ എന്തെന്നില്ലാത്ത വേദന, അസ്ഥികൾക്ക് കോച്ചിപ്പിടിക്കുന്ന വേദന. മദറുമായ പെൺകുട്ടി ഡോക്ടറെ കാണാൻ പോയി. ഒരുപാട് പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, ബോൺ ക്യാൻസറിൻ്റെ ലക്ഷണമാണെന്ന് തോന്നുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ചത് ഇപ്പോഴത്തെ മരണത്തിൻ്റെ നിഴൽ പതിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഉറങ്ങിയ ആ രാത്രിയിൽ ആ പെൺകുട്ടിക്ക് മാത്രം ഉറങ്ങാനായില്ല. അവൾ കോൺവെൻറ്റിലെ ചാപ്പലിലേക്ക് വന്നു. കണ്ണുനീരോടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ചാപ്പലിരുന്ന ബൈബിളൊന്ന് തുറന്ന് വായിച്ചതാണ്. സുവിശേഷത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീയുടെ അത്ഭുത കഥയായിരുന്നു. ഒരുപാട് ജനങ്ങളുടെ മധ്യ കടന്നു വന്ന് ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രാന്തരയത്തിലൊന്ന് തൊട്ടപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ദൃഢതയിൽ അവൾ സൗഖ്യപ്പെട്ടു. പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നി, ഞാനും സൗഖ്യപ്പെടും, എൻ്റെ ദൈവത്തെ ഒന്ന് തൊട്ടാൽ. വരായികയൊന്നും ചിന്തിച്ചില്ല. അവൾ എഴുന്നേറ്റു. സർക്കാർ തുറന്നു. അരുളിക്കയുടെ ദിവ്യകാരുണ്യത്തെ കയ്യിലെടുത്തു, ചുംബിച്ചു, നെഞ്ചോട് ചേർത്ത് വെച്ചു. വിശ്വാസത്തിൻ്റെ ദൃഢതയിൽ അവൾ പറഞ്ഞു, നാഥ, ഞാൻ നിന്നെ തൊട്ടിരിക്കുന്നു, എന്നെ സൗഖ്യപ്പെടുത്തണമേ. പിന്നീടുള്ള പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, എന്താണെന്നറിയില്ല, ക്യാൻസറിൻ്റെ ലക്ഷണമൊക്കെ എവിടെയോ പോയി, അവൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു. എന്നും ജീവിക്കുന്നൊരു സമർപ്പിതയുടെ അനുഭവമാണ് ഞാൻ പങ്കുവെച്ചത്. നമ്മൾ അനുദിനം ദിവ്യകാരുണ്യത്തെ തൊടുന്നുണ്ട്, നാവിൽ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കാത്തത്? നമുക്കും ആ രക്തസ്രാവക്കാല സ്ത്രീയെപ്പോലെ, ആ സമർപ്പിതയെപ്പോലെ വിശ്വാസത്തിൻ്റെ ദൃഢതയിലേക്ക് വളരാം. വിശ്വാസം നമ്മൾ രക്ഷിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, നിനക്ക് ഞങ്ങളുടെ പ്രണാമം.
നീ